മറ്റാരുണ്ട് LDF അല്ലാതെ? 2019 കർണാടകയിൽ കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു. അവിടെയും കോൺഗ്രസ് MLA-മാരാണ് BJP-യിൽ ചേരുകയും കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിലംപതിക്കുന്നതിന് അതിടയാക്കുകയും ചെയ്തത്. 2016 തന്നെ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് MLA-മാർ നേരെ BJP-യിൽ പോയി ചേർന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഉത്തരാഖണ്ഡിലായാലും കർണാടകയിലായാലും ഗോവയിലായാലും അരുണാചലിലായാലും മധ്യപ്രദേശിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു 22 MLA-മാരോ മറ്റുമാണ് BJP-യിൽ ചേർന്നു. കമൽനാഥിന്റെ സർക്കാർ നിലംപൊത്തിയത് അങ്ങനെയാണ്. അപ്പോൾ ഗോവയിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, അരുണാചൽ പ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ എല്ലാം ജയിച്ച കോൺഗ്രസ് ആണ് BJP-യിൽ പോയത്. ജയിച്ച MLA-മാരാണ് BJP-യിൽ ചേർന്നത്. അപ്പോൾ തോറ്റാൽ BJP-യിൽ ചേരും എന്നതല്ല, അല്ലെങ്കിൽ അതുമാത്രമല്ല, ജയിച്ചാലും BJP-യിൽ ചേരും എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും BJP-യിൽ ചേരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് സമീപകാല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ഫോർ BJP ആണ്. കോൺഗ്രസ് വഴി BJP-യിലേക്ക് പോവുക. കോൺഗ്രസ് എന്ന് പറയുന്നത് BJP-യിലേക്കുള്ള വഴിയുടെ പേരാണ്, ഒരു പാർട്ടിയുടെ പേരല്ല. BJP-യിലേക്കുള്ള പാത ഇന്ന് കോൺഗ്രസ് എന്നറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിനും ബാധകമാകും എന്ന് നാം കണ്ടോളണം. ഒരു ഡസൻ മുഖ്യമന്ത്രിമാരായിരുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. ഒരു ഡസൻ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളാണ് യാതൊരു മടിയും കൂടാതെ BJP-യിലേക്ക് കടന്നു ചെന്നത്. അതിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിമാരായിരുന്നവരുമുണ്ട് എന്ന് നാം കാണണം. അമരീന്ദർ സിംഗും SM കൃഷ്ണയും ND തിവാരിയും വിജയ് ബഹുഗുണയും ഗിരിധർ ഗമാങ്ങും കിരൺകുമാർ റെഡ്ഡിയും എല്ലാം ഈ ഗണത്തിൽ വരുന്നവരാണ്. പേമ ഖണ്ഡുവിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു, ദിഗംബർ കാമത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ജഗദംബിക പാലിനെ പോലെ, നാരായൺ റാണയെ പോലെ, അശോക് ചവാനെ പോലെ ഇവരെല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, MLA-മാരുടെയും MP-മാരുടെയും അറിയപ്പെടുന്ന നേതാക്കളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിമാരായിരുന്നവർ BJP-യിൽ ചെന്നു ചേരാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് 4 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ എത്തിയവരാണ് എന്നും ഇതിന്റെ തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയും. വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മിക്കപ്പോഴും കോൺഗ്രസ് BJP-യുടെ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട 10 വർഗീയ കലാപങ്ങൾ എടുത്താൽ അതിൽ 9 ഒരർത്ഥത്തിൽ 9 കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുമ്പോഴാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ നെല്ലിയിലും ഡൽഹിയിലും ഉണ്ടായത് പ്രസിഡന്റ് ഭരണത്തിൽ കോൺഗ്രസ് ആണല്ലോ പ്രസിഡന്റ് ആയിട്ടാണെങ്കിൽ, ബാക്കി 7 കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റുകൾ ഉള്ളപ്പോഴാണ്. ഭഗൽപൂരിൽ, മീററ്റിൽ, മൊറാദാബാദിൽ, ഭീവണ്ടിയിൽ, ബോംബെയിൽ ഒക്കെ വൻതോതിലുള്ള വർഗീയ കലാപങ്ങൾ, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോഴെല്ലാം അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ സർക്കാരുകൾ ഈ വർഗീയ കലാപങ്ങൾ അടിച്ചമർത്താനും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും ശക്തമായ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചതായി ചരിത്രത്തിൽ കാണാനാവില്ല. ആ അർത്ഥത്തിൽ വർഗീയ കലാപങ്ങളുടെ സംരക്ഷകരായി കൂടി കോൺഗ്രസ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമീപകാലത്തേക്ക് പോയാലും കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ട വെല്ലുവിളികൾ അത്ര വലുതായിരുന്നു. ഇപ്പൊ രാജസ്ഥാൻ 2018 മുതൽ 23 വരെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. ജുനൈദും നസീമും പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്, തുടർന്ന് വലിയ അടിച്ചമർത്തലുകളും സംഘർഷങ്ങളും ഉണ്ടായത് രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. ജയ്പൂരിൽ ഇക്ബാൽ റാസ കൊല്ലപ്പെട്ടതും തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായതും കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ്. ഛത്തീസ്ഗഡിൽ 2018 മുതൽ 2023 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്താണ് ബസ്തർ മേഖലയിൽ, നാരായൺപൂരിൽ, കാങ്കറിൽ,
കൊണ്ടകാവിൽ എല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്, ക്രിസ്തുമത വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത്, പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ടത്. 2024 ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിരിക്കുമ്പോഴാണ് വ്യാപകമായ മുസ്ലിം വിദ്വേഷ പ്രചരണം. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മുസ്ലിം ജീവനക്കാരുടെ പേരുകൾ എഴുതി പ്രദർശിപ്പിക്കണം എന്ന വിവാദ ഉത്തരവ് പിന്നീട് പിൻവലിച്ചെങ്കിലും എന്തിന്? ഹിമാചൽ നിയമസഭയിൽ അതിനു മുമ്പ് ഇന്ത്യക്ക് രാഷ്ട്രപിതാവേയുള്ളൂ, ഒരു രാഷ്ട്രമാതാവ് വേണമെന്ന വിചിത്രമായ ഒരു പ്രമേയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ രാഷ്ട്രമാതാവ് പശു ആയിരിക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. രാജ്യമെമ്പാടും പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പശുവിറച്ചി കഴിച്ചു എന്ന ദുരാരോപണം ഉന്നയിച്ച് കഴിക്കാത്തവരെയും കൊല്ലുന്ന സമയത്താണ് കോൺഗ്രസ് MLA ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രമാതാവ് പശുവായിരിക്കണം എന്ന പ്രമേയം കൊണ്ടുവന്നത്. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. എന്തിന്? നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ ഈ അടുത്ത കാലത്താണ് ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് ക്രൂരമായി അടിയേറ്റു വീണ് ജീവൻ വെടിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. എന്ത് നിലപാടാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ചത്? മാണ്ഡ്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന വേട്ട ഏറ്റവും ശക്തി ആർജിച്ചത് ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ്. യലഹങ്കയിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പുനരധിവസിപ്പിക്കുമെന്ന് വലിയ വായിൽ കേരളത്തിൽ കർണാടക സർക്കാരിന്റെ വക്താക്കളായി വാദിച്ച കോൺഗ്രസ് ഇപ്പോൾ നിശബ്ദരായിരിക്കുകയാണ്. പുനരധിവസിപ്പിച്ചോ? തെലങ്കാനയിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ BJPയാണ് ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയതെങ്കിൽ ഇന്നത് BJPക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണമല്ല, അത് കോൺഗ്രസിനു കൂടി അവകാശപ്പെട്ട ഒരു വിശേഷണമാണ് എന്ന് കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് BJPയിലേക്കുള്ളൊരു വഴി മാത്രമാണ്. കേരളത്തിൽ കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസ് BJPയിൽ പോവും, ഇല്ലാതെയായി പോവും എന്ന് ഉത്കണ്ഠപ്പെടുന്നവരറിയണം. തോറ്റാൽ BJPയിൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോകാൻ സാധ്യത കൂടുതൽ. തോൽക്കുമ്പോൾ BJP അധികം വില മതിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല വില കിട്ടാത്തതിനാൽ കോൺഗ്രസിൽ ചിലരെങ്കിലും പോകാൻ മടിച്ചേക്കും. എന്നാൽ ജയിക്കുമ്പോൾ കുറച്ചുകൂടി വില കൂടും, ആഗ്രഹിക്കുന്ന വില ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ജയിച്ചാലാണ് കോൺഗ്രസ് BJPയിലേക്ക് അതിവേഗം എത്തുക എന്ന് നാം അറിയണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ, അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനങ്ങൾ, യാതനകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്കു വേണ്ടി ചെറുവാക്കുകൊണ്ടെങ്കിലും പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. കേരളത്തിൽ 960 മുതൽ RSSുമായി പരസ്യ സഖ്യം സ്ഥാപിച്ചതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ആരോപണമോ രഹസ്യമായ ധാരണയോ അല്ല. ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി തന്നെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച തെളിവുകൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്. അത് മുൻപൊരിക്കൽ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 60-ൽ EMSനെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSS കോൺഗ്രസ്, 71-ൽ AKGക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSSും കോൺഗ്രസും, 91-ൽ TK ഹംസയ്ക്കും KP ഉണ്ണികൃഷ്ണനുമെതിരെ ബേപ്പൂരിലും വടകരയിലും സംയുക്ത സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്, ലീഗ്, BJP. ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും കോൺഗ്രസ് BJPയായി മാറുന്നതിനേക്കാൾ വേഗത കൂടുതലായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് BJPയായി മാറാൻ. കാരണം 60കൾ മുതൽ പരസ്യ ബാന്ധവം നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. ആ ബന്ധം കാലാകാലങ്ങളിൽ സുദൃഢമാക്കി നിലനിർത്താൻ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്.